പത്തനംതിട്ടയിലെ പട്ടാപ്പകല് ഗുണ്ടാ സംഘത്തിന്റെ കാപ്പ കേസിൽ പ്രതിയായ ഒരു കക്ഷി വന്നിട്ട് ഒരു സ്പായിൽ കയറി അതിക്രമം നടത്തുക, അവിടെയുള്ള ജീവനക്കാരിയെ പീഡിപ്പിക്കുക, ഇതൊക്കെ പട്ടാപ്പകലാണ് നടന്നത് കേട്ടോ. ഇവിടെ പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പ കേസ് പ്രതി ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം. അത് ശരി, അന്വേഷിക്കേണ്ട പോലീസുകാർ തന്നെ ഈ കേസിൽ പെടുവോ? പോലീസ് ഗുണ്ട അവിശുദ്ധ ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പരിശോധന. പോലീസുകാരും സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം മുഴുവൻ പ്രതികളെയും ഇതുവരെ പിടികൂടാനായിട്ടില്ല. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഇതെന്താണ് നമ്മൾ കേൾക്കുന്നത്? ഇപ്പോൾ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഈ അന്വേഷിക്കുന്ന പോലീസുകാരിൽ ചിലർ കൂടി അകത്താവുന്ന ഒരവസ്ഥയാണോ? ഈ സ്പായുടെ കാര്യത്തിൽ ചില വിവരങ്ങളൊക്കെ വരുന്നത് ഈ കൊട്ടേഷൻ സംഘം മനഃപൂർവ്വം ഈ സ്പായിലേക്ക് അതിക്രമിച്ച് കയറി ഈ ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്നാണ്. അവർ പണം ചോദിക്കാൻ മാത്രം വന്നതല്ല, അവർക്ക് പിന്നിൽ എന്തൊക്കെയോ കൊട്ടേഷനുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പോലീസുകാർക്കും സ്പായിൽ എന്ത് കാര്യം പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഈ ഒരു വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പട്ടാപ്പകൽ തിരുവല്ല പോലുള്ള ഒരു നഗരത്തിൽ അവിടെ ഒരു സ്പായിൽ ഗുണ്ടാ സംഘം അതിക്രമിച്ച് കയറി ജീവനക്കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിൽ അതിൽ ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ജില്ലാ പോലീസ് മേധാവി ഈ ഒരു വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തിരുവല്ല DSP ആയിരിക്കും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുക. ഒപ്പം തന്നെ ചില പോലീസുകാരിലേക്കും അന്വേഷണം പോകുന്നുണ്ട്. ഗുണ്ടാ പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ ഉണ്ടായിരുന്നോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ കേസിൽ 2 പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഒന്നാം പ്രതി മരണം സുബിൻ എന്ന വിളിപ്പേരുള്ള സുബിൻ അലക്സാണ്ടർ, ഒപ്പം തന്നെ മറ്റൊരു കൂട്ടുപ്രതി. ഇതിൽ 6 ഗുണ്ട അംഗങ്ങളാണ്, ഗുണ്ടാ സംഘ ആളുകളാണ് ഈ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടത്. ബാക്കി 4 പേരെ ഇനിയും തിരുവല്ല പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോൾ വിമർശനമായി വന്നിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതിയാണ് തിരുവല്ലയിൽ സ്പാ ഉടമ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ, ഞാൻ പേര് പറയുന്നില്ല. എന്താ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതായിട്ട് നിങ്ങൾ കരുതുന്നത്? പട്ടാപ്പകൽ ഇങ്ങനെ ഒരു ഗുണ്ടാ സംഘം വന്ന് അതിക്രമിച്ച് കയറുക, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ? അതായത് നമുക്ക് ടോട്ടലി പുറത്തുനിന്ന് നമുക്ക് മെയിൻ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്തിട്ട് ടോട്ടലി 7 സംഘമാണ് നമ്മുടെ സ്ഥാപനത്തിലൂടെ അതിക്രമിച്ച് കയറിയത്. കയറിയതിനു ശേഷം നമുക്ക് ഇപ്പം ഡോർ അടച്ചു ഏകദേശം 3:30 അതിനുശേഷം ഒരു 5:30 വരെ ഒരു 2 മണിക്കൂറോളം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ അവിടെ ബലാത്സംഗം ചെയ്യുമായിരുന്നു. ഈ ഒരു ജീവനക്കാരിയാണോ അവര് സെക്ഷുവലി ഹരാസ് ചെയ്തത്? ഒരു ജീവനക്കാരിയാണ് ബലാത്സംഗം ചെയ്തത്. നമ്മുടെ ഇപ്പം 7 പേരിൽ നമുക്ക് 4 പേരെ അറസ്റ്റ് ചെയ്തു, ബാക്കി 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന് പിന്നിൽ ആരുടെയെങ്കിലും താല്പര്യമോ കൊട്ടേഷനോ ഉള്ളതായിട്ട് സംശയിക്കുന്നുണ്ടോ? ഇത് നമുക്ക് കൊട്ടേഷൻ ഉള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ നമ്മളിപ്പോ ഒരു ഗുണ്ടാപ്പിരിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മളൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ നേരത്തെ ഇങ്ങനെ ഇവർ ഈ ഗുണ്ടാപ്പിരിവൊക്കെ നടത്തിയിട്ടുണ്ടോ? വന്ന് ഇല്ല, ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് ശരിക്കും ഗുണ്ടാപ്പിരിവിന് വേണ്ടി വന്നതല്ല, മറ്റെന്തോ താല്പര്യമാണോ? മറ്റ് താല്പര്യമാണ്. അതായത് നമ്മുടെ ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ, നമ്മുടെ സ്പാ ഇൻഡസ്ട്രിയിൽ വേറെ കോമ്പറ്റ് കേസ് കൊടുത്തുള്ള രീതിയിലാണ് എന്റെ ഒരു സംശയം. അതായത് നിങ്ങളുടെ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എതിരാളികളുടെ കൊട്ടേഷൻ വാങ്ങിയാണോ എന്ന് സംശയിക്കുന്നുണ്ടോ നിങ്ങൾ? അതെ, സംശയിക്കുന്നുണ്ട്. സംശയമുണ്ട്. അത് തിരുവല്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളാണ് സംശയം, അല്ലേ? അതെ ഡോക്ടർ. ഓക്കെ, ഒരു സംശയം കൂടി. ഇതിനകത്ത് ഈ പോലീസുകാരുടെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പോലീസുകാർ വീഴ്ച വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പോലീസിന് നല്ല രീതിയിലാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നിയമ നടപടിയുമായി നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെയല്ലേ? അതെ തീർച്ചയായും. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രവീൺ ഇതാണ് പറഞ്ഞത്. പ്രവീൺ, ഒരു സംശയം കൂടി അദ്ദേഹം പറയുന്നത്, ഈ കൊട്ടേഷൻ കൊടുത്തത് ഈ സ്പായുമായിട്ട് വലിയ ബിസിനസ് മത്സരമായിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവരുമായിട്ട് മത്സരിക്കുന്ന മറ്റൊരു സ്പാ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു സംശയം ഇവർക്കുണ്ട്. അവർ കൊടുത്ത കൊട്ടേഷനാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് പോലീസുകാരിൽ ചിലർക്കും ഈ സ്പായുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണോ പ്രവീൺ? അങ്ങനെ സംശയിക്കുകയാണോ പോലീസ്? അതെ അരുൺ, ചില പോലീസുകാർ ഇത്തരം സ്പാകളിൽ അവിടെ നിത്യ സന്ദർശകരായിരുന്നുവെന്നും അവരും ഈ മാസപ്പടി പോലുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നു എന്നുമാണ്
ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ വിവരം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരിക്കാൻ പോലീസ് സംഘത്തിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടും. അതായത് പോലീസുകാർ ഈ സ്പാകൾ നിത്യ സന്ദർശകരാകുന്നു, അവിടെ നിന്നും പണപ്പിരിവ് നടത്തുന്നു. അതായത് ഗുണ്ടാ സംഘം ഏത് രീതിയിലാണോ അവിടെ പെരുമാറിയത്, അതായത് ഗുണ്ടാ സംഘം ഗുണ്ടാപ്പിരിവ് ചോദിക്കുന്നു, അതേസമയം പോലീസുകാർ മാസപ്പടി ചോദിക്കുന്നു, മാസപ്പടി കൈപ്പറ്റുന്നു. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏതായാലും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ ഊർജിതമായിട്ടുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഇപ്പോൾ ഉടമ അരുണോട് സംസാരിച്ചതുപോലെ തന്നെ ഒരു കിടമത്സരം ഈ മേഖലയിൽ ഉണ്ട് എന്ന് ഉടമ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കൊട്ടേഷനാണ് എന്നാണ് ഇപ്പോൾ ഇതിന്റെ ഉടമ തന്നെ പറയുന്നത്. അതും ഈ ഒരു അന്വേഷണത്തിൽ വരും. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. ബാക്കിയുള്ള പ്രതികളെ കൂടി പിടികൂടുക. അതേസമയം തന്നെ പോലീസിൽ തന്നെയുള്ള ഒരു ആഭ്യന്തര അന്വേഷണത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഓക്കെ താങ്ക് യു പ്രവീൺ. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതായത് ചെറിയ ചെറിയ ദുരൂഹതകളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്, അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമുക്ക് അതിനുശേഷം ഒരു മുൻവിധിയിലേക്ക് കടക്കേണ്ട. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, കാപ്പ കേസ് പ്രതിയുടെ പേരെന്താ പറയാത്തത്? അയ്യോ, കാപ്പ കേസ് പ്രതിയുടെ പേരൊക്കെ ഇന്ന് നമ്മൾ വളരെ വൃത്തിയായിട്ട് ഫുൾ കാർഡിൽ അടിച്ചു കൊടുത്തതാ. ആ പേരൊക്കെ കേട്ടാൽ ഗംഭീര പേരായിട്ടോ. ഒരാളുടെ പേര് സുബിൻ അലക്സാണ്ടർ. ഈ കക്ഷിക്ക് 11 കേസുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, കരുതൽ തടങ്കലിലായിരുന്നു. സുബിൻ അലക്സാണ്ടർ. മറ്റൊരാളുടെ പേര് ഇനി അയാൾക്കൊരു ചെല്ലപ്പേര് കൂടിയുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാമുകിമാരും കാമുകന്മാരും ഒക്കെ വിളിക്കുന്നത് മരണം സുബിൻ എന്നാണ്. മരണം സുബിൻ എന്തായാലും മാരകമായി. പ്രിയപ്പെട്ടവരെ, മറ്റൊരാളുടെ പേരെന്താ? ബെർലിൻ ദാസ് എന്നാണ്. ഈ പേരൊക്കെ ഇടുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ എത്രയെത്ര സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടൊക്കെയാണ് പേരിട്ടിട്ടുണ്ടാവുക. ഒരാളുടെ പേര് സുബിൻ അലക്സാണ്ടർ. എത്ര നല്ല പേരാ അല്ലേ? സുബിനെ നീ എവിടെയാടാ എന്ന് ചോദിക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ല, ആ സംഭവം കയ്യിൽ നിന്ന് പോയി. സുബിൻ അലക്സാണ്ടർ, അതേപോലെ ബെർലിൻ ദാസ്. എന്താണല്ലേ. അപ്പോൾ ചില സ്പാകളെ കുറിച്ചൊക്കെ ചില ആൾക്കാർ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാനതിനെ പൊതുവായിട്ട് കമൻറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ നാട്ടിൽ ചില വർത്തമാനങ്ങളുണ്ട്. പക്ഷേ വൃത്തിയായിട്ട് വെടിപ്പോടുകൂടി പണിയെടുക്കുന്ന വളരെ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്പാകളും നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതിനെ തിരിച്ചറിയുക, കൊള്ളാത്തതിനെ നമ്മൾ മാറ്റിവെക്കുക, അത്രയേ ഉള്ളൂ.